Next, an auditor may be prosecuted by the liquidator as an officer of the company during the course of winding up of a company for delinquency. An auditor, however, can be prosecuted under the section if it is proved that the statement made was false in material facts. The auditor willfully makes such false statement, and the statement complained of being made in any return, balance sheet, or in any statement required to be made under the provisions of the Companies Act. ഇനി ഒരു ലിക്വിഡേറ്റർ എന്ന് പറഞ്ഞാൽ കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യാം. അതിൻ്റെ വൈൻഡിങ് അപ്പിൻ്റെ പ്രോസസ്സും കാര്യങ്ങളും, അതായത് ഒരു കമ്പനി നിർത്തലാക്കാൻ പോകുന്നതുമായി ബന്ധപ്പെട്ട് കുറേയേറെ പ്രോസസ്സുണ്ട്. ആ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് ഒരു ലിക്വിഡേറ്ററെ അപ്പോയിൻറ്റ് ചെയ്യും. അദ്ദേഹവും ഒരു കമ്പനിയുടെ ഓഫീസറായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആ ഓഫീസർക്ക്, ലിക്വിഡേറ്റർക്ക് വേണമെങ്കിൽ ഓഡിറ്ററെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അധികാരം ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഡീലിക്വൻസി, അതായത് തെറ്റായ വിവരങ്ങളൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സിലുമൊക്കെ മനഃപൂർവ്വം കൊടുത്ത് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരിപാടികളൊക്കെ ചെയ്യുവാണെങ്കിൽ ഓഡിറ്ററെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അധികാരം ലിക്വിഡേറ്റർക്ക് ഉണ്ട്. An auditor, however, can be prosecuted under this section if it is proved that. ഇനി നമ്മൾ കമ്പനീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു ഓഡിറ്ററെ പ്രോസിക്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴെ പറയുന്ന കാര്യങ്ങൾ പ്രൂവ് ചെയ്തെങ്കിലേ പറ്റുള്ളൂ. The statement made was false in material facts. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒത്തിരി നഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന മെറ്റീരിയൽ ആയിട്ടുള്ള ഫാക്ട്സിൽ ആണ് ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഓഡിറ്റർ വിൽഫുള്ളി മേക്സ് സച്ച് ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്, അയാളത് മനഃപൂർവ്വമാണ് ആ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് നൽകിയത്. ആൻഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലൈൻറ്റ് ഓഫ് ബീങ് മെയ്ഡ് ഇൻ എനി റിട്ടേൺ, balance sheet, or in any statement required to be made under the provisions of the Companies Act. പിന്നെ ഈ റിട്ടേണിലോ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിലോ മറ്റെന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് കമ്പനീസ് ആക്ടിൽ പ്രകാരം കൊടുക്കേണ്ട സ്റ്റേറ്റ്മെൻറ്റിലാണ് ഈ പറഞ്ഞ ഈ മിസ് സ്റ്റേറ്റ്മെൻറ്റ്, ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് നൽകിയിരിക്കുന്നതെങ്കിലും ഈ 3 കാര്യങ്ങൾ പ്രൂവ് ചെയ്താലാണ് ഓഡിറ്ററെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അധികാരം ലിക്വിഡേറ്റർക്ക് ഉള്ളത്. If the auditor gives false evidence intentionally at the time of winding up of the company under this act, he shall be punishable with imprisonment for a term which may extend to 7 years, and also shall be liable to fine up to 10 lakhs. Section 449. ഇനി വൈൻഡപ്പിൻ്റെ സമയത്ത്, കമ്പനി വൈൻഡിങ് അപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു തെറ്റായ എവിഡൻസ്, തെളിവ്, ഫോൾസ് എവിഡൻസ് മനഃപൂർവ്വം ഓഡിറ്റർ കൊടുക്കുകയാണെങ്കിലും ഈ പറഞ്ഞ പോലെ പണിഷ്മെൻറ്റ് ലഭിക്കും. പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ജയിൽവാസം 7 വർഷം വരെ കിട്ടാം. ഫൈൻ ആണെങ്കിൽ 10 ലക്ഷം രൂപ വരെ ഫൈൻ ലഭിക്കുകയും ചെയ്യും. If the auditor fails to help an inspector appointed by the central government to investigate the affairs of the company, he will be criminally liable. സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു ഇൻസ്പെക്ടറെ സഹായിക്കാനായിട്ട് ഓഡിറ്റർ തയ്യാറായില്ല എങ്കിൽ, അതിൽ വീഴ്ച വരുത്തിയെങ്കിൽ അന്നേരവും അയാൾ ക്രിമിനലി ലയബിൾ ആകും. If an auditor fails to assist any prosecution proceedings taken by the central government against any person connected with the company, he is guilty of contempt of court and punishable with imprisonment or fine. സെൻട്രൽ ഗവൺമെൻറ് ഒരു പ്രോസിക്യൂഷൻ പ്രൊസീഡിങ്സ് ഒക്കെ കമ്പനിയുടെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക്, ഒരു ഓഫീസർക്കോ അല്ലെങ്കിൽ ഡയറക്ടർക്കെതിരെയോ നടത്തുകയാണെങ്കിൽ അതിൽ ഓഡിറ്റർ വേണ്ട രീതിയിൽ സഹകരിച്ചില്ല എങ്കിൽ, ആ പ്രോസിക്യൂഷൻ പ്രൊസീഡിങ്സിൽ അസിസ്റ്റ് ചെയ്തില്ല എങ്കിൽ കോടതി അലക്ഷ്യമായിട്ട് മാറും. അതിന് പണിഷ്മെൻറ്റ്, ഇംപ്രിസൺമെൻറ്റും ഫൈനും ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ക്രിമിനൽ ലയബിലിറ്റീസ് വരുന്നത്. അതിൻ്റെയും കേസ് ലോസ് ഉണ്ട്. കേസ് ലോസ് എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറഞ്ഞുതരാം. ഓക്കെ. ലയബിലിറ്റി അണ്ടർ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആക്ട് 1949. Liability of chartered accountant acting as an auditor may be in the form of disciplinary proceedings under the Chartered Accountants Act 1949. It may arise on account of professional misconduct on the part of auditor. Chartered accountant എന്ന നിലയിൽ ഒരു ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് ആണ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആക്ട് 1949 എടുക്കുന്നത്. നടപടികൾ എടുക്കുക എന്ന് പറയുമല്ലോ, ഡിസിപ്ലിൻ
ചെയ്യേണ്ട കാര്യങ്ങൾ അതിനെതിരെയുള്ള എന്തെങ്കിലും പ്രവർത്തനം ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഡിസിപ്ലിൻ വേണമെന്നൊക്കെ പറയില്ലേ. ചാർട്ടേഡ് അക്കൗണ്ട്സിൻ്റെ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന പോലെ പ്രവർത്തിക്കാതെ വരുമ്പോൾ അതിനെതിരെ നടപടി എടുക്കുകയാണ് ലയബിലിറ്റി അണ്ടർ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആക്ട് 1949 ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ഡ്യൂട്ടിയിൽ എന്തെങ്കിലും വീഴ്ച വരുത്തുകയാണെങ്കിൽ അങ്ങനെയൊരു പ്രൊസീഡിങ്സ് എടുക്കുന്നത്. Professional misconduct is defined as including any act or omission specified in the first and second schedule of the Chartered Accountants Act. Chartered Accountants Actൽ ഫസ്റ്റ് ഷെഡ്യൂളിലും സെക്കൻഡ് ഷെഡ്യൂളിലും പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും ആക്റ്റിൽ അതിനകത്ത് എന്തെങ്കിലും വീഴ്ച വരുത്തുകയാണെങ്കിലാണ് പ്രൊഫഷണൽ മിസ്കണ്ടക്ട് എന്ന് പറയുന്നത്. The liability for professional misconduct will be removal of the name of the accountant from the register of members for 5 years or more. അതിനുള്ള നടപടി എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റിനുള്ള ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാർട്ടേഡ് അക്കൗണ്ട്സ് ആയതിനു ശേഷം ICAയുടെ ഒരു രജിസ്റ്ററുണ്ട്, മെമ്പേഴ്സിൻ്റെ രജിസ്റ്ററുണ്ട്. ആ മെമ്പേഴ്സിൻ്റെ രജിസ്റ്ററിൽ നിന്ന് ആ പേര് 5 വർഷത്തേക്കിനങ്ങ് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് അല്ലാണ്ടായി മാറും. ചിലപ്പോൾ 5 വർഷം എന്നുള്ളത് ചിലപ്പോൾ നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. The Council of the Institute of Chartered Accountants of India has the power to provide for penalties where a member fails to follow the professional code of conduct. ഇനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയുടെ കൗൺസിലിന് പെനാൽറ്റി പ്രൊവൈഡ് ചെയ്യാനും അധികാരമുണ്ട്. വേർ എ മെമ്പർ ഫെയിൽസ് ടു ഫോളോ ദ പ്രൊഫഷണൽ കോഡ് ഓഫ് കോണ്ടക്ട്. ഒരു പ്രൊഫഷണൽ കോഡ് ഓഫ് കോണ്ടക്ട് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷൻ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ട്. അതിനകത്ത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് അതിനനുസരിച്ച് പ്രവർത്തിക്കാതെ വരുമ്പോഴാണ് കൗൺസിലിന് അതിനകത്ത് ഒരു പണിഷ്മെൻ്റ് ഒക്കെ നൽകാനുള്ള അധികാരം വരുന്നത്. The chartered accountant in practicing or acting as an auditor will be deemed guilty of professional misconduct mainly if he എങ്ങനെയാണ് അയാൾ ഒരു പ്രൊഫഷണൽ മിസ്കണ്ടക്ട് നടത്തി എന്ന് ഒരു ഓഡിറ്റർ അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഇൻ പ്രാക്ടീസ് വരുന്നതെന്നുള്ളതാണ് ഇനിയുള്ള 5 പോയിന്റ്സിൽ പറയുന്നത്. ഫെയിൽസ് ടു ഡിസ്ക്ലോസ് എ മെറ്റീരിയൽ ഫാക്ട് നോൺ ടു ഹിം which is not disclosed in a financial statement but disclosure of which is necessary to make the financial statement not misleading. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റർ, മെറ്റീരിയൽ മാറ്റർ അയാൾ ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട്, മറ്റുള്ളവരോട് പറയാനായിട്ട് അതിൽ വീഴ്ച വരുത്തി. വിച്ച് ഈസ് നോട്ട് ഡിസ്ക്ലോസ്ഡ് ഇൻ എനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലും അത് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. ബട്ട് ഡിസ്ക്ലോഷർ ഓഫ് സച്ച് ഓഫ് വിച്ച് ഈസ് നെസസറി ടു മേക്ക് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോട്ട് മിസ്ലീഡിങ്. പക്ഷേ ആ ഒരു കാര്യം, ആ ഒരു മെറ്റീരിയൽ ഫാക്റ്റ് പറഞ്ഞെങ്കിൽ മാത്രമേ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നതല്ലാണ്ട് ആവുകയുള്ളൂ. അയാൾക്ക് അറിയാം ആ മെറ്റീരിയൽ ഫാക്റ്റ് അത് തെറ്റാണ്, അത് പുറത്ത് പറഞ്ഞേ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ ഓഡിറ്റേഴ്സിനോട് ഷെയർ ഹോൾഡേഴ്സിനോട് ഇത് പറഞ്ഞേ പറ്റുകയുള്ളൂ എന്ന് അയാൾക്കറിയാം. പക്ഷേ അയാളത് ചെയ്തില്ല. അത് പറഞ്ഞെങ്കിൽ മാത്രമേ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എത്രമാത്രം ശരിയായ രീതിയിലാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്, അത് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാത്തത് ആവുകയുള്ളൂ. അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യാതിരിക്കുന്നതാണ് ഒന്നാമത്തെ തെറ്റ്. രണ്ടാമത്തെ, ഫെയിൽ ടു റിപ്പോർട്ട് എ മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ് നോൺ ടു ഹിം ടു അപ്പിയർ ഇൻ എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്, മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്, അത് അയാൾക്കറിയാം, അയാളത് കണ്ടെത്തിയായിരുന്നു. പക്ഷേ അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ റിപ്പോർട്ട് ചെയ്യാനായിട്ട് അയാൾ വീഴ്ച വരുത്തി. ഈസ് ഗ്രോസ്ലി നെഗ്ലിജൻറ്റ് ഇൻ ദ കണ്ടക്ട് ഓഫ് ഹിസ് പ്രൊഫഷണൽ ഡ്യൂട്ടീസ്. അയാളുടെ പ്രൊഫഷണൽ ഡ്യൂട്ടി, ഓഡിറ്റർ എന്ന നിലയിൽ അയാൾ ചെയ്യേണ്ട ഡ്യൂട്ടീസിൽ എന്തെങ്കിലും വീഴ്ച വരുത്തുക. ഫെയിൽസ് ടു ഒബ്റ്റെയിൻ സഫിഷ്യൻറ്റ് ഇൻഫർമേഷൻ ടു വാറന്റ് ദ എക്സ്പ്രഷൻ ഓഫ് ആൻ ഒപ്പീനിയൻ ഓർ ഹിസ് exceptions are sufficiently material to negate the expression of an opinion. ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു ഓഡിറ്റർ ഓഡിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ഒപ്പീനിയൻ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ച്
ഒരു അഭിപ്രായം പറയുക, അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള ഇൻഫർമേഷൻ ഒബ്റ്റെയിൻ ചെയ്യുന്നതിലൊരു വീഴ്ച വരുത്തി. പിന്നെ or his exceptions are sufficiently material to negate the expression of an opinion. ആ ഒപ്പീനിയൻ ശരിയായ രീതിയിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ആ ഇൻഫർമേഷനൊക്കെ ആവശ്യമായിരുന്നു, പക്ഷേ അയാളത് മനഃപൂർവ്വം അങ്ങ് തള്ളിക്കളഞ്ഞു, ആ ഇൻഫർമേഷനൊന്നും സ്വീകരിക്കാതെ ഇരുന്നു. fails to invite attention to any material departure from the generally accepted procedure of audit applicable to the circumstances. ഓഡിറ്റുമായി ബന്ധപ്പെട്ട ജനറലി ആക്സെപ്റ്റഡ് പ്രൊസീജിയർ, ഓഡിറ്റ് എങ്ങനെ ശരിയായ രീതിയിൽ നടത്തണം എന്നുള്ള ജനറലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയറുണ്ട്. അതിൽ അയാൾ നല്ലപോലെ ഒരു വീഴ്ച വരുത്തി, ആ പ്രൊസീജിയർ ഒന്നും അനുസരിക്കാതെ ശരിയായ രീതിയിലല്ലാത്ത ഒരു ഓഡിറ്റൊക്കെ നടത്തി, ഒരു തട്ടിക്കൂട്ടി ഒരു ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ നൽകുന്ന ആ ഒരു സിറ്റുവേഷൻ. ഈ 5 സിറ്റുവേഷനിലാണ് മെയിനായിട്ടും അയാൾ പ്രൊഫഷണൽ മിസ്കണ്ടക്ട് നടത്തി എന്ന് വരുന്നത്. പെനാൽറ്റി ഫോർ പ്രൊഫഷണൽ മിസ്കണ്ടക്ട്. എന്താണ് പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റിൻ്റെ പെനാൽറ്റി എന്നുള്ളത് നോക്കാം. Where professional misconduct is proved, National Financial Review Authority NFRA shall have the power to make order for imposing penalty of not less than 1 lakh, but it may extend to 5 times of the fees received in case of individuals, and not less than 10 lakhs, but it may extend to 10 times of the fees received in case of firms. NFRA ഒരു പെനാൽറ്റി ഇമ്പോസ് ചെയ്യാം. പെനാൽറ്റി എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഓഡിറ്റേഴ്സ് ആണെങ്കിൽ 1 ലക്ഷമോ അതല്ലെങ്കിൽ അയാൾക്ക് ആ ഓഡിറ്റിൽ നിന്ന് കിട്ടിയ ഫീസ് എത്രയാണോ അതിൻ്റെ 5 ഇരട്ടിയോ. ഇനി ഫേം ആണെങ്കിൽ 10 ലക്ഷമോ അതല്ലെങ്കിൽ ആ ഫേമിന് ആ ഓഡിറ്റിൽ നിന്ന് കിട്ടിയ ഫീസിൻ്റെ 10 ഇരട്ടിയോ അതായിരിക്കും പെനാൽറ്റി ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ പെനാൽറ്റി എന്ന് പറയുന്നത് ഡീബാറിംഗ് ദ മെമ്പർ ഓർ ദ ഫേം ഫ്രം എൻഗേജിങ് ഹിംസെൽഫ് or itself from practice as the member of the Institute of Chartered Accountants of India referred to in clause E or subsection 1 or section 2 of the Chartered Accountants Act 1949 for a minimum period of 6 months or for such higher period not exceeding 10 years as may be decided by the NFRA. ഒരു ഫേമിലെ അല്ലെങ്കിൽ ഒരു ഫേം അല്ലെങ്കിൽ മെമ്പറിനെ ഡീബാർ ചെയ്യാം. അയാൾക്ക് ഇനി ഒരു ഓഡിറ്ററായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ആ ഫേമിന് ഓഡിറ്ററായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഡീബാർ ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയുടെ മെമ്പേഴ്സിൻ്റെ ആ രജിസ്റ്ററിൽ അയാളെ ഡീബാർ ചെയ്യുക. ചിലപ്പം അത് ഒരു 6 മാസത്തേക്കിനായിരിക്കും ഡീബാർ ചെയ്യുന്നത്, ഏറ്റവും കുറഞ്ഞത്. അത് ചിലപ്പം 10 വർഷം വരെ ആവാം. 10 വർഷത്തിൽ കൂടുതലൊന്നും വരത്തില്ല. അത് NFRA ഒക്കെ തീരുമാനിക്കുന്നത് പോലെയായിരിക്കും എത്ര നാളത്തേക്കിനാണ് അവർ ഡീബാർ ചെയ്യുന്നത് എന്നുള്ളത്.